ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 70-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ലാലേട്ടൻ ഇന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ആഴ്ച എവിക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. മിഡ് വീക്ക് എവിക്ഷൻ കാണുമോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ദിവസത്ത് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് നമുക്ക് നോക്കാം. രാവിലെ തന്നെ ഒരു അടിച്ചുപൊളി പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലപ്പെണ്ണിന് കല്യാണം, ആ പാട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ പേരൻസാണ് വന്നിരിക്കുന്നത്, അത് കാരണമാണ് ജാസ്മിനെ കാണിക്കുന്നത്. എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. കുറേ ദിവസമായിട്ട് ജാസ്മിൻ ഇങ്ങനെ കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യാനല്ലോ. അപ്പോൾ അവസാനം എന്താ പാവക്കുട്ടിയൊക്കെ ആയിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഉമ്മയും വാപ്പയും വന്നിരിക്കുന്നത്. ജാസ്മിൻ കണ്ട ഉടനെ തന്നെ കേട്ടോ. ആരെയും രാവിലെ ഈ പാട്ടിരുന്ന സമയത്ത് ആരും വരത്തില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പോൾ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയാണ് ഈ പാട്ട് തുടങ്ങിയ സമയത്ത് തന്നെ വന്നിരിക്കുന്നത്. ജാസ്മിൻ അന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ തന്തപ്പടി എന്ന രീതിയിൽ ഈ സമയത്ത് ഉറക്കം കഴിച്ച് വരുന്നേ ഉള്ളായിരുന്നു നോറ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഉമ്മയാണെങ്കിൽ ഇത് പാവ ഗിഫ്റ്റ് കൈമാറുകയാണ്. ഇത് വീട്ടിലുണ്ടായിരുന്ന ജാസ്മിൻ്റെ വീട്ടിലുണ്ടായിരുന്ന പാവക്കുട്ടിയാണ് കേട്ടോ. എന്തായാലും അതിനുശേഷം വാപ്പച്ചി എന്താ മാല, ഈ മാല നീ ഇവിടുന്ന് വരുന്നത് വരെ ഇനി ഈ മാല നിൻ്റെ കഴുത്തിൽ കാണാവോ എന്ന് പറഞ്ഞിട്ട് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഹൗസിനകത്ത് പോയിട്ട് ഋഷി ചോദിക്കുന്നു എങ്ങനെ പോകുന്നു, ബ്ലോക്കൊക്കെ അസുഖം എങ്ങനെയുണ്ടെന്നൊക്കെ രീതിയിൽ. സ്വന്തം മകൾ പോലും ചോദിച്ചത് ഞാൻ കണ്ടില്ല കേട്ടോ, അപ്പച്ചിക്ക് സുഖമാണെന്നുള്ളത്. എന്താ ഋഷി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 2 ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് വയ്യാണ്ട, ഇനി അടുത്ത മാസം ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളത്. പിന്നെ അതാ റൂമിനകത്ത് നമ്മുടെ ജാസ്മിനും ഉമ്മയും വാപ്പയൊക്കെ സംസാരിക്കുകയാണ്. നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്ക്, നീ ആ മാല ഉരു എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ജാസ്മിനും കൊടുക്കുന്നില്ല. നമ്മുടെ ജാസ്മിൻ്റെ ഫാദറാണെങ്കിൽ ആ മാല നിർബന്ധപൂർവ്വം കഴുത്തുനിന്ന് ഉരിക്കുന്നുണ്ട്. ഈ മാലയാണ് കേട്ടോ നമ്മുടെ സാബുവിൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിൻ കരഞ്ഞ് പിടിച്ചു വാങ്ങിയത്. എന്തായാലും വാപ്പച്ചി വന്നപ്പോൾ ആ മാല വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഗബ്രിയുടെ ഫോട്ടോ കാണിക്കുന്നതാ, ഞാൻ ഇതും എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗബ്രിയുടെ ഫോട്ടോയും എടുക്കും. ഇനി നീ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ഫോട്ടോ അവിടെ ഉണ്ട്, അത് നോക്കി നീ സംസാരിക്കുന്ന രീതിയിൽ ഈ മാലയാണ് കഴുത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ജാസ്മിൻ്റെ ഫാദർ ബിഗ് ബോസ് ക്യാമറ നോക്കി പറയുകയാണ് സ്റ്റോർ റൂം തുറക്കണം എന്ന രീതിയിൽ. ഈ മാലയും ഈ ഫോട്ടോയും അവിടെ വെക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇനി മുതൽ ജാസ്മിൻ്റെ കഴുത്തിൽ ഗബ്രിയുടെ മാലയും ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഫാദർ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വാൺ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഉമ്മച്ചി പറയുന്നത് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളെ നോക്കി നീ സംസാരിക്കുക എന്ന രീതിയിൽ അവരും സംസാരിക്കുന്നു. ഈ സമയം ജാസ്മിൻ്റെ ഫാദർ റസ്മിൻ എന്താണ് വിഷമം വിചാരിക്കുന്നത് കേട്ടോ, ഞങ്ങൾക്ക് വേറെ ഒരു പരാതിയൊന്നുമില്ല, അടികൾ കൂടിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ കുഴപ്പമില്ല എന്ന രീതിയിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് കണ്ടിട്ടുള്ളതെന്ന് സംസാരിക്കുന്നു. എന്നിട്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞു ഇന്നലെ തന്നെ കണ്ടില്ലേ ജാസ്മിൻ ഔട്ടായി, അപ്സരയെ അടിച്ച് ജാസ്മിൻ ഔട്ടായി എന്നൊക്കെ രീതിയിൽ. അപ്പോൾ തന്നെ ആര് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാഫർ കൺവെൻഷൻ റൂമിലേക്ക് വരാനായിട്ട്. അങ്ങനെ കൺവെൻഷൻ റൂമിൽ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ഇത് പാടില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതല്ലെന്ന്. അപ്പോൾ നമ്മുടെ ജാഫറൊക്കെ പറഞ്ഞു ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയത്തില്ല എന്ന് പറഞ്ഞ് ഫോട്ടോയും മാലയും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ബെല്ലടിക്കുന്നുണ്ട്. സ്റ്റോർ റൂമിനകത്ത് നല്ല ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വിഭവസമൃദ്ധമായ അച്ചാറും സ്നാക്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫൺ ടാസ്ക്കാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, ഒരു ടാസ്ക്കാണ് റസ്മിന് വേണ്ടി കേട്ടോ. റസ്മിൻ പറയുമ്പോഴത്തേക്ക് പറയുന്ന ആൾ ഫ്രീസായി നിൽക്കുക, ഓക്കെ, സ്റ്റാച്യു പോലെ നിൽക്കണം. അപ്പോൾ അങ്ങനെ റസ്മിൻ ഓരോരുത്തരെ പറയുന്നുണ്ട്. അപ്സരയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരെ പറഞ്ഞ് ജിൻഡോ ബാത്റൂമിൽ കയറി പോയപ്പോൾ റസ്മിൻ ജിൻഡോ ഫ്രീസ് എന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോ ഇങ്ങനെ വാതിൻ്റെ അവിടെ നിൽക്കുന്നു. ആ സമയം അപ്സരുണ്ടല്ലോ തലയിലെടുത്ത് ബണ്ണാക്കിയിട്ട് ഇങ്ങനെ ഉച്ചിയിൽ ഒരു കൊണ്ട പോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. പക്ഷേ ജിൻഡോയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല, ബിഗ് ബോസിന് ടാസ്ക് ആണല്ലോ. അതാ നോറ ഇവിടെ ഫ്രീസാക്കി നിർത്തിയിട്ടുണ്ട്. സിജോ വന്നിട്ട് തലയിൽ ഓരോ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം ബിഗ് ബോസ് റസ്മിൻ ഫ്രീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റസ്മിൻ ഫ്രീസായി നിൽക്കുന്ന സമയത്ത് മഞ്ഞു മഴക്കാറ്റിൽ ആ പാട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ റസ്മിൻ്റെ ഉമ്മയും സഹോദരനാണ് വന്നിരിക്കുന്നത്. മകളെ കണ്ട സന്തോഷം അവർക്കും, അതുപോലെ തന്നെ ഉമ്മയും സഹോദരനെ കണ്ട സന്തോഷം റസ്മിൻ്റെ ഹൗസിലെ അംഗങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും ഇത് എന്താ പറയുക സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക ഫാമിലി റൗണ്ടിൽ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും വീട്ടുകാരാണ്. അങ്ങനെ ഇത് പീപ്പിൾസ് റൂമിനകത്ത് റസ്മിൻ്റെ ഉമ്മയും സഹോദരനും സംസാരിക്കുന്നു. ആദ്യം വന്നപ്പോൾ കുറച്ച് നന്നായി കളിച്ചു, പിന്നെ ഡൗണായി. അപ്പോൾ അതുപോലെ നന്നായിട്ട് കളിക്കുക, ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്ന് പറയുന്നു. അതുപോലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ നന്ദന എടുക്കുന്നുണ്ട്. ജിൻഡോ എടുത്ത് നമ്മുടെ റസ്മിൻ്റെ ബ്രദർ പറയുകയാണ് നല്ലോണം ഗെയിം കളിക്കുക, മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന രീതിയിൽ കേട്ടോ. അപ്സര ഋഷിയെ സംസാരിക്കേണ്ട, നീയില്ലായിരുന്നു ഞാൻ എന്നേ ഇവിടെ നിന്ന് പോകുമായിരുന്നു എന്ന രീതിയിൽ. അതിനുശേഷം ജാസ്മിനെ കുറിച്ച്, ജാസ്മിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും സംസാരിക്കുന്നു. ജാസ്മിൻ കുഞ്ഞിലെ
കുസൃതിയാണ്. എന്ത് ചോദിച്ചാലും എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയും. ഓക്കെ, 9 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് മോനുണ്ടായത്. അപ്പോൾ അതുവരെ ഞങ്ങൾ ചെല്ലത്തിൽ കൊഞ്ചിച്ചാണ് വളർത്തിയിരുന്നത്. പിന്നെ അതുമാത്രമല്ല സ്കൂളിൽ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. അപ്പോൾ വാപ്പ പറയുന്നു, കൊച്ചിലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഇവൾ ഓരോന്ന് വന്ന് പരാതി പറയുമ്പോൾ ഞാൻ പറയും, നിൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നീ അവിടെ മറുപടി കൊടുത്തോളണം. പക്ഷെ ഇപ്പോൾ അതെനിക്ക് വിനയായി മാറി എന്ന രീതിയിൽ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എനിക്ക് ഹോസ്പിറ്റലായ സമയത്തും വയ്യാതായ സമയത്തൊക്കെ എൻ്റെ മകളാണ് എൻ്റെ കടങ്ങളെല്ലാം തീർത്തത്. അങ്ങനെ എന്താ പറയേണ്ടത്, ഞങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു മകളാണ്. ഒരു മകന് കൊച്ചു പയ്യനാണല്ലോ, അപ്പോൾ അതിനേക്കാളും ഒരു മകനായും മകളായും എൻ്റെ മോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു എനിക്ക് മകൾ കമ്മൽ മേടിച്ചു തന്നു. വാപ്പ പറഞ്ഞു കാറാണ് എനിക്ക് മേടിച്ച് തന്നിരിക്കുന്നത്. മാത്രമേ എൻ്റെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, ആ കടവും ഈ സോഷ്യൽ മീഡിയയുടെ വരുമാനം കൊണ്ട് എൻ്റെ മകളാണ് അത് തീർത്തു തന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം റസ്മിൻ്റെ ഉമ്മേനെ കേട്ടോ, ഇവൾ കുട്ടിക്കാലം മുതലേ ട്രൗസറും ടീഷർട്ടാണ് ഇവൾക്ക് ഇഷ്ടം. മാത്രമല്ല LKG മുതൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. സ്കൂളിലുള്ള കോളേജിലായിരുന്ന എല്ലാ പ്രോഗ്രാമിനും നിൽക്കും, അതിനൊക്കെ ഫസ്റ്റ് മേടിച്ചിട്ട് വരികയുള്ളൂ. പിന്നെ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർ പരാതി പറഞ്ഞു ഇവൾ മരം കയറും മതിൽ ചാടും. അപ്പോൾ മരം കയറുക, മതിൽ ചാടുക എന്നീ കലാപരിപാടികൾ നമ്മുടെ റസ്മിന് ചെറുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. പിന്നെ ആ സൈക്കിൾ ഫുള്ളും ചുറ്റിക്കറങ്ങും. പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കബഡിക്കൊക്കെ ഞങ്ങളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് എൻ്റെ മകളും ഞങ്ങളുടെ മക്കളും എനിക്ക് ഒരു ആക്റ്റീവയാണ് വാങ്ങി തന്നിരിക്കുന്നത്. എൻ്റെ മോൾ കാരണം എനിക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റിയെന്ന രീതിയിൽ അവർ സംസാരിച്ചു. പിന്നെ മാത്രമല്ല പിള്ളേർ ഇവളുടെ കൂടെ ഫ്രണ്ട്സൊക്കെ 10ൽ പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉമ്മ അവർക്ക് ചായ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരിൽ താക്കോല് മേടിച്ചിട്ട് ഇവൾ കറങ്ങാനൊക്കെ പോകും, ബൈക്കും കൊണ്ടുപോകാത്ത അവൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന്. ആദ്യമായിട്ട് ഓടിച്ചത് ബൈക്കായിരുന്നു. പിന്നെ അവളുടെ ആഗ്രഹം എറണാകുളത്ത് ഒരു വീട് വാങ്ങണമെന്നുള്ള ആഗ്രഹമാണ്. മാത്രമല്ല അവൾ രാത്രി കേറ്ററിംഗ് സർവീസ് അതിനൊക്കെ പോയിട്ട് രാത്രി ലേറ്റായി വന്നാലും മറ്റുള്ളവർ എന്ത് പറയുന്നത് എനിക്ക് വിഷയമില്ല, എൻ്റെ മകളിൽ എനിക്കൊരു വിശ്വാസമുണ്ടെന്ന രീതിയിൽ ഉമ്മ സംസാരിച്ചു. അതിനുശേഷം ജാസ്മിൻ്റെ ഉമ്മയും ജാസ്മിൻ സംസാരിക്കുന്ന അമ്മ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഉമ്മ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ നോക്കി പറഞ്ഞു ഇവന് നീളം വെച്ചോ, പൊടി മീശയൊക്കെ വന്നോ, കട്ടി മീശയായി. അപ്പോൾ ഉമ്മ പറഞ്ഞു പിന്നെ 2 മാസമല്ല കട്ടി മീശ, അവന് കല്യാണം കൂടെ കഴിച്ചു എന്ന രീതിയിൽ ഉമ്മയും മകളും കൂടെ ഒരു സംഭാഷണമാണ്. കുടുംബശ്രീക്കൊക്കെ പോകുന്നുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുന്നു. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്നൊക്കെ ഉമ്മയെടുത്ത് ചോദിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ജാസ്മിന് എല്ലാം അറിയാമെന്നുള്ളൊരു ത്വരയുണ്ടല്ലോ, അപ്പോൾ അത് ഉമ്മയുടെ വാപ്പയുടെ പിറകെ ഇങ്ങനെ നടന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഒന്നും അങ്ങനെ അധികം വിട്ട് പറയുന്നില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം ഹൃദയപൂർവ്വം എന്നൊരു ഫാമിലി ക്യൂസ് റൗണ്ടാണ് കേട്ടോ. നമ്മുടെ റസ്മിനും ജാസ്മിനും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ നിൽക്കണം. സിജു ആണെങ്കിൽ ക്യൂ കാർഡിൽ നിന്നും ഒരു വാക്ക് കൊടുക്കണം. എന്നിട്ട് ഇവർക്ക് ഇതിലൊരു ലവിൻ്റെ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ച് അത് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അതിന് റീസൺ പറയുക. അപ്പോൾ ആദ്യത്തെ നിറം നന്മ മരം. അപ്പോൾ ജാസ്മിനാണ് ഉമ്മയ്ക്കാണ് അത് കൊടുക്കുന്നത്. പിന്നെ റസ്മിനും ഉമ്മയ്ക്ക് തന്നെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉപദേശം ആരാണ്, അപ്പോൾ റസ്മിൻ ബ്രദറിനെയാണ് പറഞ്ഞിരിക്കുന്നത്, വാപ്പയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ റൗണ്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ക്വിസ് റൗണ്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു വന്ന പേരൻസിന് പോകാൻ സമയമായെന്ന്. അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ പേരൻസ് ആണെങ്കിൽ വാഷ്റൂമിൽ പോയ സമയത്ത് ജാസ്മിൻ മൈക്ക് ഊരി വയ്ക്കുന്നു. ബിഗ് ബോസ് അപ്പോൾ അനൗൺസ് ചെയ്യുന്നു ജാസ്മിൻ മൈക്ക് ധരിക്കുക. മൈക്ക് ഊരി വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ചോദിക്കാൻ വന്നിട്ടായിരിക്കും. ബിഗ് ബോസ് അത് മനസ്സിലാക്കിയിട്ട് ജാസ്മിനെ കൊണ്ട് മൈക്ക് ഇടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും എന്താ പറയണ്ട, ജാസ്മിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ജാസ്മിൻ്റെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപദേശം കൊടുത്തു, നല്ലോണം കളിക്കുക, ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്ന രീതിയിൽ അവരത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ അതായത് സീസൺ 6 ഫാമിലി റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടല്ലേ ഫോട്ടോ കാണിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. അത് കാരണമാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ആ പേരൻസിൻ്റെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഫോട്ടോസ് ഇടാത്തത്. അതിനുശേഷം നമ്മൾ ജാസ്മിൻ റസ്മിനെ സംസാരിക്കുന്നുണ്ട്. അവർ പോയത് എനിക്ക് വിഷമമില്ല കേട്ടോ, വന്നതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. അൻസിബ ഋഷിയോട് പറയുകയാണ്, എടാ ഉമ്മ പറഞ്ഞ് ഇവിടെ നിന്ന് പെട്ടി പോലും എടുക്കരുതെന്ന്. അപ്പോൾ ഞാനോർത്ത് ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പണപ്പെട്ടിയാണെന്നുള്ളത്. അപ്പോൾ ഋഷി പറഞ്ഞു ആഹാ, അപ്പോൾ ഉമ്മ അങ്ങനെ നിൻ്റെ അടുത്ത് പറയണമെങ്കിൽ നീ ഒരു പുലിക്കുട്ടിയാണല്ലോ എന്ന രീതിയിൽ ഋഷിയും അൻസിബയും സംസാരിക്കുക കേട്ടോ. ജാസ്മിനും റസ്മിനും കൂടെ സംസാരിക്കും, എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? റസ്മിൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും എടാ പോടാ എന്ന് വിളിക്കരുത് എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു. അതുകൊണ്ട് സായിയും നമ്മുടെ അഭിഷേകും ജാസ്മിനോട് ചോദിക്കുന്നു എല്ലാം കൊണ്ടുപോയില്ലേ? അപ്പോൾ ജാസ്മിൻ പറഞ്ഞു കുപ്പി മാത്രമേ ഇവിടെ വാപ്പ വെച്ചിട്ട് പോയി, കുപ്പി എടുത്തിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുപ്പിയിൽ നമ്മൾ ആക്കിയല്ലോ, അതായത് ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, മാലയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് അപ്പോഴത്തെ റസ്മിൻ്റെ ബ്രദർ പറഞ്ഞൊന്ന് ജിൻഡോ ബ്രദർ ഇവിടെ, ജിൻഡോ ബ്രദർ ജിൻഡോ ബ്രദറാ, അപ്പോൾ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവർക്ക് ജിൻഡോയാണ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ.
അതിനുശേഷം ടിക്കറ്റ് ഫിനാലേക്ക് മുന്നോടിയായിട്ടുള്ള ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഓർക്ക പുറത്തുനിന്നാണ് അഭിഷേക് ലെറ്റർ വായിക്കുന്നത്, ടാസ്ക് ലെറ്റർ. ഏതൊരു കാര്യം നിങ്ങൾ കിട്ടണമെങ്കിൽ ഒത്തൊരുമ വേണം. അപ്പോൾ ഇവിടെ ഒത്തൊരുമ സൂചിപ്പിക്കുന്ന രീതിയിലൊരു റൗണ്ടാണ് കേട്ടോ. ഗാർഡൻ ഏരിയയിൽ 4 ടേബിളും അതുപോലെ തന്നെ 4 ബലൂണും കൊടുത്തിട്ടുണ്ട്, കുറച്ച് വസ്ത്രങ്ങളും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ബസർ അടിക്കുന്ന സമയത്ത് ഒരു ടീമിൽ 2 പേര് ഇങ്ങനെ പുറം തിരിഞ്ഞ് ബാക്കിൽ ഇങ്ങനെ ബോൾ വയ്ക്കുക. അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. തുണികൾ ബസർ അടിക്കുന്ന സമയത്ത് തുണികൾ പറക്കുക. എന്നിട്ട് അതേപോലെ ബോൾ തറയിൽ വീഴാതെ വന്നിട്ട് ആ തുണികളെ മടക്കി ഇവിടെ വെക്കണം, ടേബിൾ മേൽ വെക്കണം. ഏറ്റവും കൂടുതൽ തുണി നല്ല വൃത്തിയായിട്ട് മടക്കി വെക്കുന്ന ടീം ആരാണോ അവർ ജയിക്കും. കണ്ടോ, ഇങ്ങനെ ബോൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇടയ്ക്ക് വെക്കുക, എന്നിട്ട് തുണി എടുക്കുക, മടക്കി വെക്കുക. അതാണ് ടാസ്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ടീമിനെ പരിശോധിക്കാൻ വന്നിരിക്കുന്നത് ജിൻഡോയാണ് കേട്ടോ. അപ്പോൾ ജിൻഡപ്പൻ പരിശോധിച്ച് 14 ഡ്രസ്സ് അവർ നേരെ വണ്ണം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടണലിനെ പരിശോധിക്കാൻ വന്നിരിക്കുന്ന അൻസിബയാണ്, 11 ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഡെന്നിനെ വന്നിരിക്കുന്ന അഭിഷേക് ശ്രീകുമാറാണ്, 12 ഉണ്ടായിരുന്നു. പീപ്പിൾസ് സായിയാണ്, അവർ 9 ഡ്രസ്സാണ് അടുക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നെസ്റ്റാണ്, 14 ഡ്രസ്സാണ് കേട്ടോ അവർക്ക് ശരിയായി മടക്കിയിരിക്കുന്നത്. 2ാം സ്ഥാനം ഡെന്നാണ്, 12. 3ാം സ്ഥാനം നമ്മുടെ ടണലാണ്, 11 ഡ്രസ്സാണ് ഇവിടെ അടുക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനം പീപ്പിൾസാണ്, 9 ഡ്രസ്സ്. പോയിൻ്റൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പോയിൻ്റ് നിലയിൽ ഇതുവരെ മുന്നിട്ട് നിൽക്കുന്നത് നെസ്റ്റാണ്, 13 പോയിൻ്റായിട്ട്. ടണലിന് 12ഉം ഡെന്നിന് 9ഉം നമ്മുടെ പീപ്പിൾസിന് 4 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ടോട്ടലായിട്ട് വരുന്നത് മനസ്സിലായോ. അതിനുശേഷം നമ്മുടെ സായി, അതായത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നതനുസരിച്ച് കുറച്ച് പാട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്കിറ്റ് തയ്യാറാക്കാൻ. അങ്ങനെ 20 സിനിമയിലെ ഒരു സ്കിറ്റ് തയ്യാറാക്കണം സായി. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ജാസ്മിനും അപ്സരയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 70ാം ദിവസത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റസ്മിൻ്റെ ഫ്രീസ് ആൻഡ് റിലീസ് എന്ന ടാസ്ക് ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെയും റസ്മിൻ്റെയും വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഫാമിലി ക്വിസ് റൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടിയിട്ടുള്ള ഓർക്ക പുറത്തുനിന്ന് ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ജയിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ടീമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞു കൊണ്ട് നാളത്തെ റിവ്യൂ വരാം. അതുവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നു. വിജയ രമേശ് വ്ളോഗിലെ ബിജി. ബൈ ബൈ.